നമസ്കാരം. നമുക്ക് ഈ കർക്കിടക മാസം എല്ലാ ആൾക്കാർക്കും ഒരു ഭയമുള്ള മാസമാണ്. കാരണം ദാരിദ്ര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് കർക്കിടക മാസത്തെ കർക്കിടക പുണ്യമാസമാക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ടിപ്പ് പറയാം. നമുക്ക് കർക്കിടക മാസം വരുന്നതിന് മുമ്പ്, അതായത് മിഥുനമാസത്തിൽ തന്നെ നമ്മുടെ മിഥുനമാസത്തിൻ്റെ ലാസ്റ്റ് ദിവസം നമ്മുടെ വീടെല്ലാം തൂത്ത് വൃത്തിയാക്കുക. അതായത് നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിലുള്ള നെഗറ്റീവ് എനർജികൾ, ചില ആൾക്കാർ വരുമ്പോൾ നമ്മുടെ വീടിന് ഒരു പോസിറ്റീവ് എനർജി പോകും. ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലെ? നമ്മുടെ തന്നെ ചില പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ വീടിന് ആ ഒരു എനർജി ലെവൽ കുറയും. അപ്പോൾ ഇതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ഇടുക. പിന്നെ നമുക്ക് എങ്ങനെയാണ് അത് ഐശ്വര്യപൂർണ്ണമാക്കാവുന്നത്? നമ്മുടെ ഒരു ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് നമ്മുടെ നവധാന്യം മുളപ്പിച്ച് വയ്ക്കുക. നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ ഒക്കെ കിട്ടും. നവധാന്യം വാങ്ങിച്ച് ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നേരത്തെ തന്നെ മിഥുനമാസത്തിൽ തന്നെ അത് മുളപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് കർക്കിടകം 1-ാം തീയതി വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുറിയിൽ ആ പരിശുദ്ധമായ ഒരു സ്ഥലത്ത് ആ നവധാന്യം മുളപ്പിച്ചത് വയ്ക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദിവസവും നമ്മുടെ കണ്ണിനത് കാണുക. അത് ആധ്യാത്മികമല്ല, നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്ത് ആ നവധാന്യം ഒരു മാസം ശകലം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് മുളച്ചിങ്ങനെ നിറച്ച് കുറച്ച് ഒരിത്തിരി വലിപ്പമുള്ള ട്രേക്കകത്ത് വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് മുളച്ച് അതിങ്ങനെ നവധാന്യം ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് ഒരു വലിയൊരു നിറവുണ്ടാവും. ആ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിലും ആ ഒരു മാസക്കാലം നമുക്ക് വളരെ സന്തോഷമായിട്ട് ആ കർക്കിടക മാസത്തിനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തെ സമാധാനം, നമുക്ക് പ്രധാനം അതല്ലേ, സമാധാനം, സാമ്പത്തികം എല്ലാം കൊണ്ടും നമുക്കൊരു അനുഗ്രഹമുള്ള മാസമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും.